സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് മാർച്ച് 2 തിങ്കൾ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങള്. ക്രിസ്തുവിന്റെ ശൈലിയിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിലേക്കുള്ള കേന്ദ്രീകരണത്തിൽ നിന്ന് മാറി സ്വയം ഒരു വ്യക്തിയിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന 2 ഭാവമാറ്റത്തെ കുറിച്ചാണ് ഇന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ക്രിസ്തുവിൽ നിന്ന് മാറി സ്വന്തം വ്യക്തിത്വത്തിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ കേന്ദ്രബിന്ദു പിന്നീട് ആ വ്യക്തിയാണ്. ഇവിടെ സുവിശേഷത്തിന്റെ തുടക്കത്തില് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, വഴി വെച്ച് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് തർക്കിച്ചുകൊണ്ടിരുന്നത്? അവർ നിശബ്ദരായിരിക്കുകയാണ്. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നായിരുന്നു തർക്കം. ഈശോയുടെ കൂടെ നടക്കുന്ന 12 പേര്. ഈശോയാണ് നേതാവ്, എല്ലാവരും ശിഷ്യരാണ്, അവിടെ പ്രാധാന്യങ്ങളൊന്നുമില്ല. എന്നാലും ഇവരുടെ ഒരു തർക്കം വരുവാണ്. നമ്മളിങ്ങനെ 12 പേരുണ്ടാകുമ്പോൾ ആരായിരിക്കും നമ്മൾ വലുത്, അല്ലെങ്കിൽ ആരെയായിരിക്കും കർത്താവ് കൂടുതൽ ഇടപെടുത്തുക, ആരെയായിരിക്കും സ്നേഹിക്കുക, ആരായിരിക്കും പിൻഗാമി? വലിപ്പത്തെക്കുറിച്ചുള്ള ചിന്ത. ഒന്നിച്ചു നടക്കുമ്പോഴും ആരാണ് വലിയവൻ? അത് ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു അഹന്തയുടെ രൂപമാറ്റമാണ്. രണ്ടാമതായിട്ട് കാണുക, ഇവർ വലിയ കേമത്തോടു കൂടി പറയാണ്, യോഹന്നാനാണ് പറയുക, നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവനെ ശാസിച്ചു, കാരണം അവൻ നമ്മുടെ കൂടെ ആയിരുന്നില്ല, നമ്മളെ അനുഗമിച്ചില്ല. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ അവർ തങ്ങളുടെ കൂടെ ആയിരിക്കണം, അവർ തന്നെ അങ്ങനെ വളരണ്ട, അവരെ ശാസിക്കുകയാണ്. ഈശോ അതിനെ തിരുത്തിയ. അപ്പൊ സ്വയം വലിപ്പം ഭാവിക്കുന്ന ഒരു മനോഭാവം, അതിനോട് ചേർന്ന് പോകുന്നതാണ് എന്നെക്കാളും ആരും വളരണ്ട, അവരൊക്കെ താഴെ നിന്നാൽ മതി, ഒന്നിലെ എന്റെ കൂടെ അല്ലെങ്കിൽ ഔട്ട്. സുഹൃത്തെ, നോമ്പിന്റെ അരൂപിയിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. നോമ്പിന്റെ അരൂപിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സ്വഭാവത്തിന്റെ 2 പ്രത്യേകതകളാണിത്. സ്വയം വലിപ്പം, പിന്നെ മറ്റുള്ളവർ വളരേണ്ട എന്നൊരു ചിന്താരീതി. നീ ഒന്ന് പുനഃപരിശോധിക്കണം. നീ ക്രിസ്തുവിന്റെ അനുയായി, നീ ക്രിസ്തുവിനോട് ചേർന്ന് പോകുന്ന വ്യക്തിയാ. ക്രിസ്തുവിനോട് ചേർന്ന് പോകുമ്പോൾ ക്രിസ്തുവിന്റെ ശൈലിയാ സുഹൃത്തെ നിന്നില് വ്യാപരിക്കേണ്ടത്. നീ ഇന്ന് ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിന്റെ ജീവിത ശൈലിയിലൂടെ പോകുമ്പോൾ സ്വന്തം ആയിട്ടുള്ളതിനെ എല്ലാം വിട്ടുകളയാൻ, അത് അഭിമാനമാകട്ടെ, അഹങ്കാരമാകട്ടെ, അസൂയാകട്ടെ, എല്ലാം വിട്ടുകളഞ്ഞിട്ട് നിന്നിലേക്ക് ഫോക്കസ് ചെയ്യുവാനായിട്ട് എന്റെ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.